ഹലോ വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. +2 വിദ്യാർത്ഥികളെ, സയൻസിന്റെ വിദ്യാർത്ഥികളെ, നിങ്ങളോടാണ് പറയാനുള്ളത്. നിങ്ങളുടെ സയൻസിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. 9-ാം തീയതി, ശ്രദ്ധിച്ച് കേട്ടോളൂ, 9-ാം തീയതി ഉച്ചക്ക് മുന്നേ ആട്ടോ, ഉച്ചക്ക് മുന്നെയാണ്, ഫോർനൂണിലാണ് നിങ്ങളുടെ എക്സാം ഉള്ളത്. ആദ്യത്തെ എക്സാം ഫിസിക്സ് ആണ്. 9-ാം തീയതി ഫിസിക്സ് ആണ്. ദെൻ 10-ാം തീയതി, ശ്രദ്ധിച്ച് കേട്ടോളൂ, 10-ാം തീയതി നിങ്ങൾക്ക് വരുന്നത് ഫോർനൂളില് കമ്പ്യൂട്ടർ സയൻസ് ആട്ടോ, കമ്പ്യൂട്ടർ സയൻസ്. ദെൻ 11, ശ്രദ്ധിച്ച് കേട്ടോളൂ, 11-ാം തീയതി വരുന്നത് നിങ്ങളുടെ വിഷയം, അതെ, നിങ്ങൾ പേടിക്കേണ്ട എന്ന് നമ്മൾ ഉറപ്പ് പറയുന്ന മാത്തമാറ്റിക്സ് ആണ് മക്കളെ. ദെൻ 12-ാം തീയതി, ശ്രദ്ധിച്ച് കേട്ടോളൂ, 12-ാം തീയതി കെമിസ്ട്രി. ഏതാണ് വരുന്നത് പറ, കെമിസ്ട്രി. ഈ ചാപ്റ്റേഴ്സ് ക്രിസ്മസ് എക്സാമിന് എന്തെല്ലാം കെമിസ്ട്രിയിൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വന്തം ഷുഐബ് സാറിന്റെ എവിടെ പഠിക്കണം എന്ന് പറയുന്ന ട്രിക്സ് ആൻഡ് ടെക്നിക്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ അടിയിൽ നമ്മൾ താഴെ വരുന്നുണ്ട്. മക്കളെ കംപ്ലീറ്റ് ആയിട്ട് കാണണം കേട്ടോ, കമ്പൾസറി ആയിട്ട് കാണണം. കാര്യം ആ സാറ് പറയുന്ന, നമ്മുടെ ഷുഐബ് സാർ എന്താണോ പറയുന്നത് അത് മാത്രമേ എക്സാമിന് വരുള്ളൂ, ഗ്യാരണ്ടിയാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ. അതുപോലെ എല്ലാത്തിലും കേട്ടോ, ഫിസിക്സ് മിഷാൻ സാർ എന്താണോ പറയുന്നത് അത് മാത്രമേ വരുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെ വന്നിട്ടുള്ളൂ മക്കളെ, ശ്രദ്ധിച്ച് കേൾക്കുക. ഈ 16-ാം തീയതി 12 കഴിഞ്ഞാൽ 13, 14, 15 നിങ്ങൾക്ക് ഓഫാണ് കേട്ടോ. അതായത് വെള്ളി, ശനി, ഞായർ നിങ്ങൾക്ക് ക്ലാസ് ഇല്ല, നിങ്ങൾക്ക് എക്സാം ഇല്ല. ദെൻ തിങ്കളാഴ്ചയാണ് കേട്ടോ, തിങ്കളാഴ്ച ഉച്ചക്ക് മുന്നേ ബയോളജിയുടെ എക്സാം ആണ് മക്കളെ, ബയോളജി. ദെൻ 17-ാം തീയതി നിങ്ങൾക്ക് ഉച്ചക്ക് മുന്നേ, യെസ്, എൻ്റെ ഇംഗ്ലീഷ്, അതെ, 80-ൽ 80 മാർക്ക് മേടിക്കേണ്ട ഇംഗ്ലീഷ് നിങ്ങൾക്ക് വരുന്നത് 17-ാം തീയതിയാണ് മക്കളെ. ദെൻ 18-ാം തീയതിയോട് കൂടിയിട്ട് നിങ്ങളുടെ എക്സാം കഴിഞ്ഞു. പിന്നെ ക്രിസ്മസ് കേക്ക് മുറിക്കുന്നു, ആഘോഷിക്കുന്നു അല്ലേ. 18-ാം തീയതി നിങ്ങളുടെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്, നിങ്ങളുടെ ലാംഗ്വേജ് ആണ്, നിങ്ങൾക്ക് അറിയുന്നത് പോലെ ലാംഗ്വേജ് ആണ്. പിന്നെ ക്രിസ്മസ് ലീവായി, അടിച്ചു പൊളിക്കലായി, വേറെ ലെവലായില്ലേ. ഓണം വന്നാൽ ഓണപരീക്ഷ, ക്രിസ്മസ് വന്നാൽ ക്രിസ്മസ് പരീക്ഷ. നമ്മളെ ഒരു സന്തോഷത്തിലൊക്കെ ഇതുപോലെ ഒന്ന് ഒരു ടൈറ്റ് ആക്കുന്ന ഒരു സംഗതി ഉണ്ടായിരിക്കും അല്ലേ. ബി ഹാപ്പി മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോണ്ട് ബി പാനിക്. റാൻസ് ഉള്ളപ്പോൾ നിങ്ങൾ എന്തിന് പേടിക്കണം. ഈ ക്രിസ്മസ് എക്സാം നമ്മുടെ റാൻസിന്റെ കൂടെ ആവട്ടെ കേട്ടോ. എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോളൂ. കാര്യം നമ്മൾ പറയുന്നത് മാത്രമേ ഒരു ഗ്യാരണ്ടിയാണ്. കാണാം നമുക്ക്. താങ്ക് യു വെരി മച്ച്.